ഞാൻ കിച്ചുവിന്റെ അമ്മയാണ്, എന്റെ മോനാണ് കിച്ചു എന്ന് എപ്പോഴും എല്ലാരോടും 100 വട്ടം സംസാരിക്കുന്നത്. അതാണ് അവർ ചെയ്ത തെറ്റ്? അതോ കിച്ചു ചോദിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതോ? പിന്നെ എന്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാം. അവള് പറഞ്ഞു കേട്ടില്ലേ? എന്റെ മക്കള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ രേണു ചെയ്ത ഏറ്റവും വലിയ കുറ്റമൊന്നും? എന്റെ മക്കള് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ലവളെ ഒരമ്മയായി കഴിഞ്ഞാല് മക്കളെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിപ്പോൾ ഈ പറയുന്ന രേണുസുതിയുടെ സ്വന്തം മകനായ ഋതപ്പന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന കിച്ചുവിന്റെ കാര്യത്തിലാണെങ്കിലും മക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ നോക്കണം, മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിയണം. ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകണം. അതേപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരിലോട്ട് അടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഒരു അമ്മയുടെ ധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടുകാരുടെ മുന്നിലും കുറെ ഇന്റർവ്യൂയുടെ മുന്നിലും കൊണ്ടായിട്ട് എൻ്റെ മക്കള് എൻ്റെ റിതപ്പനും എൻ്റെ കിച്ചു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വെറുതെ വിളിച്ചു കൂവിയിട്ട് കാര്യമൊന്നുമില്ല. അതാദ്യം നീ മനസ്സിലാക്കണം. പിന്നെ നിനക്ക് അത് പറയാൻ യാതൊരുവിധ യോഗ്യതയില്ല. എന്താന്ന് വെച്ചാൽ നീ നിന്റെ മകനെ കളഞ്ഞിട്ടാണ് നീ ഇങ്ങനെയുള്ള വർത്തമാനം വന്ന് പറയണത്. ആദ്യം നീ നിന്റെ സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കണം. നിന്റെ കുഞ്ഞ് എങ്ങനെയാ ജീവിക്കണത്, അത് കഴിച്ചോ, അത് ഉണ്ടോ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോണത്. നീ പേറ്റുന്നോ പറഞ്ഞു തന്നെയല്ലേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്. അപ്പൊ അതിന്റെയെങ്കിലും ഒരു ഇതുണ്ട്. അത് ആദ്യം നീ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് നീ ഇങ്ങനെയുള്ള വർത്താനം പറ, അതും ആ കുഞ്ഞിനെ കുറിച്ചിട്ട്. എന്റെ സൂചിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതോ? ഇത്രമാത്രം എല്ലാരും ഒന്നടങ്ക ഒരു സ്ത്രീയെ ഇത്രയും ക്രൂശിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഞാൻ പറയട്ടെ, അവര് നാളെ എന്തെങ്കിലും അങ്ങ് ചെയ്തു പോയി, ഈ ക്രൂശിച്ചവരെല്ലാം കൂടെ എന്തോ ഇരുന്നിരിക്കും, അയ്യോ നല്ലൊരു സ്ത്രീ എന്ന് പറഞ്ഞു പുകഴ്ത്തിക്കൊണ്ടിരിക്കും. എന്റെ സുധിച്ചേട്ടൻ എന്റെ മക്കളെ എന്റെ കാശ് കൊടുക്കുന്നത് ഏതൊരു അമ്മയുടെ മക്കൾക്ക് കൊടുക്കുന്ന കാശിന്റെയും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഇൻസ്റ്റയിലൂടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അതായത് ഷെയർ ചെയ്ത് കളിക്കുന്നത് ഏതൊരു അമ്മയാ? ശ്രീലക്ഷ്മി അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ പോവില്ല. അവൾ അങ്ങനെ ഒരു സംഭവമേ ചെയ്യില്ല. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ഇൻസ്റ്റയിൽ വന്നിട്ട് ഭയങ്കര കരച്ചില്, ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അങ്ങാണ്ടും വന്നിട്ട് ഇവിടെ ഭയങ്കര കരച്ചില് നാടകം കളിക്കണത്. അവളുടെ ആ അഭിനയം കാണുമ്പോ തന്നെ അറിയാം. അവൾ ആ അഭിനയം ശരിക്കും അവള് ചെയ്യുന്ന ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. അവളാ കാണിക്കുന്ന ആ കരച്ചിൽ നാടകം ഉണ്ടല്ലോ, ആ കരച്ചിൽ നാടകം കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും അവൾ വെറുതെ അഭിനയിക്കുകയാണെന്ന്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവള് റീലിടുന്നു, അവള് സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അല്ലെ ഞങ്ങളൊക്കെ മന്ദബുദ്ധികളാ. നിന്നെപ്പോലുള്ള കുറെ ഡാഷ് മക്കളുണ്ടല്ലോ, അവരെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുള്ളൂ കേട്ടോ. അത് നീ സ്വന്തം കുഞ്ഞിന്റെ കാര്യം, ആ കൊച്ചിന്റെ ജീവിതം എങ്ങനെ പോകുന്നു, അത് നല്ല ജീവിതമായിരിക്കും പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു സത്യം പറഞ്ഞാൽ നിന്ന് രക്ഷപ്പെട്ടതാ. ആ കൊച്ചിന് നല്ലൊരു ഭാവിയുണ്ട്. നിന്നെപ്പോലെ ഒരു അമ്മയുടെ മകനാണെന്ന് ആ കുഞ്ഞ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നശിച്ച ഒരു കാലമായിരിക്കും അത്. നിന്നെപ്പോലെ ഒരു അമ്മയെ കിട്ടിയത്. അമ്മ എന്ന് പറയാൻ നേരത്തെ ആ മക്കൾക്ക് ഒരു അഭിമാനം കൂടി ആവണം. പോലുള്ള അവൾമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മക്കൾക്കൊക്കെ അഭിമാനമല്ല. കിച്ചു രേണുസുതി വിഷയത്തില് ഏറ്റവും കൂടുതൽ പറയാൻ യോഗ്യതയുള്ള 2 പേരെ കാണിച്ചു തരാം കേട്ടോ. ഈ പെൺവേഷം കെട്ടി നടക്കുന്ന ഇവൻ, അതായത് ഇവന്റെ പേരെല്ലാവർക്കും അറിയാലോ, ജാസി. പിന്നെ സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ട് നടക്കുന്ന ഇവളുടെ പേരെന്തോ ശ്രീലക്ഷ്മി എന്താണ്. ഈ ശ്രീലക്ഷ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കല്യാണം കഴിച്ച ഒരു കുഞ്ഞുണ്ട് ഇവക്ക്, അതായത് ഒരു ആൺകൊച്ചുണ്ട്. ആ ആൺകൊച്ചിനെ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവളാണ് ഇവള്. എന്നിട്ടാണ് ഇവള് വന്നിട്ട് കിച്ചുവിന്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് വന്ന് പറയണത്. ആദ്യം ഇവള് പോയിട്ട് ഇവളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അന്വേഷിക്കുക, എന്നിട്ട് വേണം ഇവള് മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. രണ്ടാമത് ഈ ജാസി എന്ന് പറയുന്ന ഡാഷ്, ഇവന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ചതിച്ചു. എന്നിട്ടാണ് ഇവൻ പറഞ്ഞത് ഇവന് സ്ത്രീവേഷത്തിൽ നടക്കാനാണ് ആഗ്രഹം, അതായത് സ്ത്രീയുടെ എന്ത് സംഭവങ്ങളൊക്കെയാണ് ഇവന് തോന്നണേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കളഞ്ഞത്. എന്നിട്ടാണെങ്കിലോ ഒരു ഉമ്മയെ വേദനിപ്പിച്ച് ആ ഉമ്മയുടെ മകനെയും പിടിച്ചു വെച്ചുകൊണ്ട് നടക്കുവാണ് ഇവൻ. ആ ഉമ്മയുടെ കരച്ചിലിന്റെ വേദന പോലും എന്തെന്നറിയാത്ത ഇവനാണ് ആ കിച്ചു എന്ന് പറഞ്ഞ കൊച്ചിനെ വന്നിട്ട് കുറ്റം പറയണത്. എന്നിട്ട് പെൺവേഷവും കെട്ടിക്കൊണ്ട് നടക്കുക, എന്ന് സർജറി ചെയ്യുകയോ അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. എന്നിട്ട് ഞാൻ പെണ്ണാണ്, എന്നിട്ട് സ്ത്രീവേഷം ധരിച്ചുകൊണ്ട് അങ്ങ് നടക്കും. ഇതാണ് ഇവന്റെ യോഗ്യത. ഈ യോഗ്യതകൾ വെച്ചിട്ടാണ് ഈ 2 എണ്ണം കൂടി വന്നിട്ട് കിച്ചുവിനെ കുറിച്ച് പറയാൻ നടക്കുന്നത്. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇവള്
സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമാണ്. അതിന്റെ ഇടക്കാണ് ഇവള് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ പേരില് ഒരുമാതിരി വസ്ത്രധാരണയും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ബാക്കിയുള്ള കൊച്ചു കുട്ടികളെ വരെ ഇവള് വഴിതെറ്റിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 അതായത് രേണുസുതിയും ഈ പറഞ്ഞ ശ്രീലക്ഷ്മിയും ഈ പറഞ്ഞ എന്താണ് ജാസി എന്ന് പറയുന്ന ഇവനും റീച്ചിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന മഹാ വ്യക്തികളാണ്.